ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. യഹൂദ നാട്ടിൽ ഒരു നാടോടി കഥയുണ്ട്. വിഴുപ്പ് താങ്ങുന്ന കഴുത എന്നതാണ് കഥയുടെ തലക്കെട്ട്. ജനിച്ച നാൾ മുതൽ വിഴുപ്പ് താങ്ങി നടക്കുന്ന ഒരു കഴുത അതിന് യജമാനനോട് പറഞ്ഞു, ഈ വിഴുപ്പിനടിയിൽ നിന്നും എന്നെ ഒരിക്കലും സ്വതന്ത്രപ്പെടുത്തരുത്. കാരണം എനിക്ക് ഒന്ന് ഉറങ്ങണമെങ്കിൽ ഈ വിഴുപ്പ് ആവശ്യമാണ്. ഓരോ ദിവസവും പ്രഭാത സഞ്ചാരത്തിന് വലിയ ഭാരമേറിയ വിഴുപ്പ് വഹിച്ചുകൊണ്ട് സഞ്ചാരം ആരംഭിക്കും. സായാഹ്നത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തും. യജമാനൻ തൻ്റെ മുകളിലുള്ള ഭാരം അഴിച്ചു മാറ്റി പിറ്റേ ദിവസത്തേക്കുള്ള ഭാണ്ഡം കഴുതയുടെ ചുമലിൽ കയറ്റിക്കെട്ടും. ആ ഭാണ്ഡവും വഹിച്ച് ആ രാത്രിയിൽ കഴുത നിന്നുകൊണ്ട് ഉറങ്ങും. ഒരിക്കലും ആഴത്തിലുള്ള ഒരു ഉറക്കം കഴുതയ്ക്ക് ലഭിക്കാറില്ല. പിറ്റേ പ്രഭാതത്തിൽ യാത്ര ആരംഭിക്കും. ആ യാത്രയിൽ കഴുത തൻ്റെ ജന്മസിദ്ധമായ സ്വഭാവമായ അലസതയും മടിയും പ്രദർശിപ്പിക്കും. വിഴുപ്പ് താങ്ങുന്ന കഴുതയുടെ കഥ സത്യത്തിൽ ഈ പുതുസംവത്സരത്തിൽ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഈ കഥയിലെ വിഴുപ്പ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു മനുഷ്യനിലെ മറ്റു മനുഷ്യനോടുള്ള പകയും വിദ്വേഷവും ക്ഷമിക്കുവാൻ പാടില്ലാത്ത അവസ്ഥ വിശേഷത്തെക്കുറിച്ചാണ്. സത്യത്തിൽ സമാധാനപൂർണമായ മനുഷ്യ ജീവിതത്തെ ഹൃദയത്തിൽ കുത്തി നിറച്ചിരിക്കുന്ന നിഷേധാത്മകമായ സംഗതികളാൽ അശാന്തിയുടെ സാഗരത്തിൽ മുക്കിക്കളയുവാനല്ലാതെ മറ്റൊന്നിനും ഉപകരിക്കുകയില്ല. എല്ലാം മറന്ന് ക്ഷമ നൽകേണ്ടവർ ഹൃദയപൂർവ്വം ക്ഷമ നൽകി, ക്ഷമ ചോദിക്കേണ്ടവരോട് ക്ഷമ ചോദിച്ച് ജീവിതം പവിത്രമാക്കാൻ ഈ നാളുകളിൽ നമുക്കോരോരുത്തർക്കും ഇടയാകണം. ജോൺ ബെനിയൻ്റെ പരദേശി മോക്ഷയാത്ര എന്ന പുസ്തകത്തിൽ പാപസഹജമായ സംഗതികളുടെ ഭാണ്ഡമേറി സഞ്ചരിക്കുന്ന ഭക്തരെ കാണാം. സ്വർഗരാജ്യ പടികൾ ചവിട്ടിക്കയറുമ്പോൾ തന്നിലെ ഭാണ്ഡത്തിൻ്റെ കാഠിന്യം അഥവാ ഭാരം കൂടിക്കൂടി വരുന്നതായി അയാൾക്ക് തോന്നുന്നു. ഹൃദയശുദ്ധിക്കായി അനുനിമിഷം വാഞ്ചിക്കുമ്പോൾ ഭാണ്ഡഭാരം കുറയുന്നതായി അനുഭവപ്പെടും. ആരെയും വെറുക്കാതെ, ആരോടും പകയില്ലാതെ, സകലരെയും നമ്മേക്കാൾ ശ്രേഷ്ഠരായി ഗണിക്കുക. വെറുതെ വിഴുപ്പ് താങ്ങി ജീവിക്കേണ്ടവരല്ല നാം. ദൈവിക ഛായയും സ്വരൂപവും നമ്മിലെ ദൈവത്തിൻ്റെ കയ്യൊപ്പാണ് എന്ന് നാം മറക്കാതിരിക്കുക. ഏവർക്കും ശുഭദിനം. നന്ദി.